രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ലെന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം. പോലീസ് കേസെടുക്കുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ തുടർ നടപടികൾ മതിയെന്നാണ് നേതൃത്വത്തിലെ ധാരണ. രാഹുലിനെ കോൺഗ്രസും സർക്കാരും ഭയപ്പെടുകയാണെന്ന് ബിജെപി ആരോപിച്ചു. ഇരയായ പെൺകുട്ടിയുടെ പരാതി ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമ്പോഴും ഉടൻ നടപടി ഇനി വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ തന്നെ നടപടിയെടുത്ത കാര്യമാണ്. പുതിയ തെളിവുകൾ വരുന്നതുകൊണ്ട് മാത്രം കൂടുതൽ നടപടിയെടുക്കാൻ കഴിയില്ല. സർക്കാർ ഇനി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന ഒരു അഭിപ്രായം കൂടി കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ, പോലീസ്, അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ കേസെടുക്കുകയോ അറസ്റ്റിലേക്കൊക്കെ പോയാൽ അപ്പോൾ കൂടുതൽ നടപടി, രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽപ്പെട്ട നടപടിയിലേക്ക് പോയാൽ മതി എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഒരു കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാനാകുമോ എന്ന ന്യായവാദമാണ് ഇതിനായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട് എന്താ? ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവേശം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി, നീ ഒന്നുമില്ല, നത്തിങ് മോർ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പരിപാടികളിലും അതുപോലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും ഇറങ്ങുന്നതിന് എതിർപ്പുള്ളവരും കോൺഗ്രസിലുണ്ട്. അത് വേണ്ടെന്ന് രാഹുലിനെ അറിയിക്കാനുള്ള നീക്കങ്ങളും കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതായി ലഭിക്കുന്ന സൂചന. അത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി പൊതുവേദികളിൽ, കോൺഗ്രസ് വേദികളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല എന്ന് കരുതുന്നവരും കോൺഗ്രസിലേറെയാണ്. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്നാൽ രാഹുലിനെതിരെ കടുത്ത നടപടി തന്നെ കോൺഗ്രസ് എടുക്കണം. രാഹുലിനെ കോൺഗ്രസ് ഭയപ്പെടുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാഹുലിനെ ഭയപ്പെടുന്നു എന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ചോദ്യമാണ് ബിജെപി നേതൃത്വം ഉന്നയിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമെന്ന് തോന്നിയാൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേസെടുക്കാൻ എപ്പോഴും വ്യഗ്രത കാണിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ആവർത്തിച്ച് അവരുടെ ഫോൺ സംഭാഷണവും ചാറ്റിങ്ങും പുറത്തുവിട്ടിട്ടും ഇതുവരെ സുവമോട്ടോ കേസെടുക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് കേരള സമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയായ പെൺകുട്ടി പരാതി നൽകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട പെൺകുട്ടി പരാതി നൽകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെയും ഇത്തരത്തിൽ പെൺകുട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ച മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചതായി സ്ഥിരീകരിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ പരാതി കിട്ടിയാൽ അതിവേഗം തുടർ നടപടികളിൽ കടക്കാനാണ് പോലീസിന്റെയും സർക്കാരിന്റെയും തീരുമാനം. പാർട്ടി വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണല്ലോ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുവമോട്ടോ സ്വന്തം കേസെടുത്തല്ലേ, പരാതിക്കാരില്ലാതെ. ഇതിന്റെ അന്വേഷണം കൂടി വരട്ടെ. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് സർക്കാരെന്ന് കെ മുരളീധരൻ. സർക്കാർ നടപടിയെടുത്താൽ പാർട്ടി നടപടിയുണ്ടാകും. യുഡിഎഫിന്റെ ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല. വിവാദം
തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്നും മുരളീധരൻ. രാഹുലിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടത് ഗവൺമെന്റ് പോലീസുമാണ്. ഈ പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. UDF പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത് MLA പങ്കെടുപ്പിക്കുന്നു. അക്കാര്യം വളരെ ക്ലിയറാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് നിലപാട് ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഉയർന്ന ഈ ആരോപണം വലിയ തരത്തിലേക്ക് തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ UDF? ഒരു കാരണവശാലും ഞങ്ങൾക്ക് തിരിച്ചടിയാവില്ല. കാരണം ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശക്തമായിട്ട് ഗവൺമെന്റ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങൾ ഘടിപ്പിക്കും. ഇപ്പോൾ സസ്പെൻഷൻ ആണെങ്കിൽ പാർട്ടിയുടെ നടപടി പുറത്താക്കലിലേക്ക് അവസാനിക്കും.